ഒരു ദിനം 90 മിനിറ്റിൽ 1 day in 90 minutes. BKC Pride വാർത്താമഴ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. നോക്കാം 100 വാർത്തകൾ. ആലപ്പുഴയിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നടുങ്ങി കേരളം. മണിക്കൂറുകളുടെ ഇടവേളകളിൽ വെട്ടേറ്റ് മരിച്ചത് SDPI സംസ്ഥാന സെക്രട്ടറി KS ഷാനും OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസും. ജില്ലയിൽ ഇന്നും നാളെയും നിരോധനാജ്ഞ. സംസ്ഥാന വ്യാപകമായി പരിശോധന കർശനമാക്കി പോലീസ്. ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റിൽ നാളെ സർവകക്ഷി യോഗം. ആലപ്പുഴയിലെ കൊലപാതകങ്ങളിൽ 50-ലധികം പേർ കസ്റ്റഡിയിൽ. പിടിയിലായത് RSS SDPI പ്രവർത്തകർ. കൊലപാതകങ്ങൾ ആസൂത്രിതമെന്ന് പോലീസ്. ഇന്റലിജൻസ് വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് DGP. അന്വേഷണത്തിന് ADGP വിജയ് സാഖറെയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം. IG ഹർഷിത അട്ടല്ലൂരിയും ആലപ്പുഴയിൽ. BJP നേതാവിനെ കൊലപ്പെടുത്താനെത്തിയ 12-അംഗ അക്രമി സംഘത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കൊല്ലപ്പെട്ട OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ പോസ്റ്റ്മോർട്ടം നാളത്തേക്ക് മാറ്റി. വണ്ടാനം മെഡിക്കൽ കോളേജിന് മുന്നിൽ BJPയുടെ പ്രതിഷേധം. ശരീരത്തിൽ 20 വെട്ടുകളേറ്റുവെന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. SDPI സംസ്ഥാന സെക്രട്ടറി KS ഷാനിന്റെ മൃതദേഹം സംസ്കരിച്ചു. കളമശ്ശേരിയിൽ നിന്ന് മൃതദേഹം ആലപ്പുഴയിലെത്തിച്ചത് വിലാപയാത്രയായി. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ദുഃഖവും നാണക്കേടുമുണ്ട് എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി. SDPI ലക്ഷ്യമിടുന്നത് വർഗീയ കലാപമെന്ന് BJP. RSS ആസൂത്രിത കൊലപാതകം നടത്തിയെന്ന് SDPI. RSSനെയും SDPIയെയും പാലൂട്ടി വളർത്തിയത് മുഖ്യമന്ത്രിയെന്ന് കോൺഗ്രസ്. കണ്ണൂർ സർവകലാശാല VC പുനർനിയമനത്തെ ന്യായീകരിച്ച് വീണ്ടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ചാൻസലർക്ക് കത്തയച്ചത് സ്വാഭാവിക നടപടി. പ്രോ ചാൻസലറുടെ നിർദ്ദേശം സ്വീകരിക്കാനും നിരാകരിക്കാനും ചാൻസലർക്ക് അധികാരമുണ്ട്. നിലപാട് വിശദീകരിച്ചിട്ടും ചിലർ അനാവശ്യ വിവാദമുണ്ടാക്കുകയാണെന്ന് ഡോക്ടർ ആർ ബിന്ദു. പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുന്ന ബിൽ പാർലമെന്റിൽ നാളെ അവതരിപ്പിച്ചേക്കും. ബില്ലിനെ എതിർക്കാൻ കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾ. കോൺഗ്രസ് നിലപാട് നാളെ. മുതിർന്ന നേതാക്കളുമായും വനിതാ സംഘടനകളുമായും ചർച്ച. കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾ നിലപാട് വ്യക്തമാക്കും. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലേക്ക്. BJPയുടെ പ്രചാരണ റാലികൾക്ക് തുടക്കമായി. BJP അധ്യക്ഷൻ JP നദ്ദയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മാർച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലെ പ്രചാരണ യോഗത്തിൽ. ശബരിമലയിൽ കൂടുതൽ ഇളവുകൾ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കാനനപാത വഴി തീർത്ഥാടനം അനുവദിക്കും. പ്രതിദിനം 60,000 പേർക്ക് ദർശനത്തിന് അനുമതി. ഒമിക്രോൺ വകഭേദം വർദ്ധിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി സർക്കാർ. സ്വയം നിരീക്ഷണ വ്യവസ്ഥകൾ കർശനമാക്കും. തീരുമാനം ഹൈറിസ്ക് അല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ സംസ്ഥാനത്ത് 4 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതോടെ രോഗബാധിതരുടെ എണ്ണം 11ആയി. സംസ്ഥാനത്ത് 2995 പുതിയ കോവിഡ് കേസുകളും 11 മരണവും. 4160 പേർക്ക് രോഗമുക്തി. TPR 6.10%. താരസംഘടനയായ അമ്മയുടെ ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പാനലിലെ 3 പേർക്ക് തോൽവി. വിജയ് ബാബുവും ലാലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ. മണിയൻ പിള്ള രാജുവും ശ്വേത മേനോനും വൈസ് പ്രസിഡന്റുമാർ. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം സംഘടനയിൽ പുതിയ ഭരണഘടന. വയനാട് കുറുക്കൻമൂലയിലെ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കടുവയെ 21ാം ദിവസവും പിടികൂടാനായില്ല. കടുവ കാടിനുള്ളിലേക്ക് പോയതായി സംശയം. കാടിനുള്ളിലും തിരച്ചിൽ നടത്തുമെന്ന് DFO. അനുകൂല സാഹചര്യമുണ്ടായാൽ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടും. മലപ്പുറം ആനക്കയം വള്ളിക്കാപ്പറ്റയിൽ ഓട്ടോറിക്ഷ താഴ്ചയിലേക്ക് മറിഞ്ഞ ഒരു കുടുംബത്തിലെ 3 പേരടക്കം 4 പേർ മരിച്ചു. 3 പേർക്ക് പരുക്ക്. അപകട വളവിൽ നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞുവെന്ന സൂചന. അപകടത്തിൽപ്പെട്ടത് ബന്ധുവീട്ടിലേക്ക് പോയ 8-അംഗ സംഘം. വടകര താലൂക്ക് ഓഫീസിനെത്തിയിട്ട സംഭവത്തിൽ ആന്ധ്ര സ്വദേശി സതീഷ് നാരായണൻ അറസ്റ്റിൽ. താലൂക്ക് ഓഫീസ് കെട്ടിടത്തിൽ രാത്രി കിടക്കാനെത്തിയപ്പോൾ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചുവെന്ന മൊഴി. വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ്. സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുത്തു. കൃത്യനിർവഹണത്തിനിടെ വള്ളം മറിഞ്ഞു മരിച്ച സിവിൽ പോലീസ് ഓഫീസർ S ബാലവിന് അന്ത്യാഞ്ജലി. ആലപ്പുഴ പുന്നപ്രയിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളുടെ മൃതദേഹം സംസ്കരിച്ചു. പേരൂർക്കട SAP ക്യാമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ച മന്ത്രിമാരും സേനാ മേധാവികളും. ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ ഭീകരാക്രമണം. ഒരു പോലീസുകാരനും വെടിയേറ്റു. പ്രദേശത്ത് സുരക്ഷാസേന തിരച്ചിൽ ശക്തമാക്കി.
KSRTC ശമ്പള വിതരണം നാളെ മുതൽ സർവീസുകൾ മുടക്കരുത് എന്നും 3 ദിവസത്തെ ബഹിഷ്കരണം കാരണം പ്രതിദിന വരുമാനത്തിൽ 3.5 കോടിയുടെ നഷ്ടമെന്നും CMD. ഡ്യൂട്ടി ബഹിഷ്കരിക്കുന്ന സംഘടനകൾ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് അഭ്യർത്ഥന. RSS പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ പ്രതികളെ പിടികൂടാത്തതിന് കുടുംബം പ്രതികൾക്ക് രക്ഷപ്പെടാൻ പോലീസ് സൗകര്യമൊരുക്കിയെന്ന് പരാതി. കേസ് അന്വേഷണം NIA-യോ CBI-യോ ഏറ്റെടുക്കണമെന്നും സഞ്ജിത്തിന്റെ മാതാപിതാക്കൾ. രാജ്യസഭാ MP-മാരുടെ സസ്പെൻഷനിൽ ചർച്ചയ്ക്ക് തയ്യാറായി കേന്ദ്ര സർക്കാർ. സസ്പെൻഷൻ നേരിട്ട 5 MP-മാരുമായി പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി ചർച്ച നടത്തും. മുഴുവൻ കക്ഷി നേതാക്കളെയും ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് പ്രതിപക്ഷം. പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമെന്ന് ബിനോയ് വിശ്വം. CPIM മഞ്ചേശ്വരം ഏരിയ സെക്രട്ടറിയായി KV കുഞ്ഞിരാമനെ തിരഞ്ഞെടുത്തു. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 20ാം പ്രതിയാണ്. സാമ്പത്തിക, രാഷ്ട്രീയ, സാങ്കേതിക മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യ മധ്യേഷ്യ 3ാം ഉച്ചകോടിയിൽ ധാരണ. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ന്യൂനപക്ഷങ്ങളുടെയും അവകാശ സംരക്ഷണത്തിന് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും. അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെയും മയക്കുമരുന്ന് കടത്തിനെയും പ്രതിരോധിക്കാനും ഉച്ചകോടിയിൽ ധാരണയായി. തൃശൂർ ചേർപ്പ് പാറോക്കോവിൽ ഭർത്താവിനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടതായി ഭാര്യയുടെ വെളിപ്പെടുത്തൽ. പശ്ചിമബംഗാൾ സ്വദേശി മൺസൂൺ മാലിക്കാണ് കൊലപ്പെട്ടത്. ബംഗാൾ സ്വദേശിനിയായ രേഷ്മ ബിബി പോലീസ് കസ്റ്റഡിയിൽ. പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ചേരിതിരിവുണ്ടായെന്ന മാധ്യമ വാർത്തയ്ക്കെതിരെ CPIM. വാർത്തയിൽ എഴുതിയിരിക്കുന്നത് ഉച്ചക്കിറുക്കെന്ന് മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. BJPയെ തോൽപ്പിക്കാൻ ഓരോ സംസ്ഥാനത്തും സ്വീകരിക്കേണ്ട സമീപനങ്ങൾ അതത് സാഹചര്യങ്ങളിൽ തീരുമാനിക്കുമെന്നും MA ബേബി. ദേശീയ വാർത്തകൾ. രാജ്യത്ത് 7081 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 264 കോവിഡ് മരണം. രോഗമുക്തി നിരക്ക് 98.3%. പഞ്ചാബിൽ വീണ്ടും ആൾക്കൂട്ട മർദ്ദന കൊലപാതകം. കപൂർത്തലയിൽ യുവാവിനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തി. മതമെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. ഇന്ന് നടക്കുന്ന 2ാമത്തെ ആൾക്കൂട്ട കൊലപാതകമാണ് ഇത്. പഞ്ചാബിലെ ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ അപലപിച്ച മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി എല്ലാ മതങ്ങളുടെയും മതകേന്ദ്രങ്ങളെ ബഹുമാനിക്കാനും സംരക്ഷിക്കാനും സാമുദായിക സൗഹാർദ്ദം നിലനിർത്താനും ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ചന്നി നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടക്കുന്ന അക്രമങ്ങൾ അപലപനീയമെന്നും സർക്കാർ കർശന നടപടി സ്വീകരിക്കുമെന്നും ചന്നി. മത്സ്യബന്ധനത്തിന് പോയ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്ത ശ്രീലങ്കൻ നാവികസേന. അറസ്റ്റ് അതിർത്തി കടന്ന മത്സ്യബന്ധനം നടത്തിയെന്ന് ആരോപിച്ചു. 451 വർഷം നീണ്ട പോർച്ചുഗീസ് അധിനിവേശത്തിൽ ഗോവ വിമോചനം നേടിയിട്ട് ഇന്ന് 60 വർഷം. ആശംസകളുമായി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ഡൽഹിയിലെ വായു ഗുണനിലവാരം മോശം നിലയിൽ തുടരുന്നു. നിലവിലെ വായു ഗുണനിലവാര സൂചിക 290. ഉത്തർപ്രദേശിൽ മുൻ സർക്കാരിന്റെ കാലത്ത് ഹിന്ദുക്കൾ സംസ്ഥാനം വിടാൻ നിർബന്ധിതരായെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. BJP അധികാരത്തിലെത്തിയ ശേഷം സംസ്ഥാനം വിട്ടത് ക്രിമിനലുകളും ഗുണ്ടാ സംഘങ്ങളും മാത്രമെന്നും UP മുഖ്യമന്ത്രി. രാജ്യത്തെ സഹകരണ മേഖലയുടെ ഉന്നമനത്തിനായി പുതിയ നയം ഉടൻ പുറത്തിറക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത് ഷാ. പദ്ധതി നടപ്പിലാക്കുന്നത് അടുത്ത 25 വർഷത്തേക്ക്. ഡൽഹി കോമൺവെൽത്ത് ഗെയിംസ് വില്ലേജിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി ഡൽഹി സർക്കാർ. കോവിഡ് രോഗികൾക്കായി 65 കിടക്കകൾ സജ്ജം. 2 ദിവസത്തിനുള്ളിൽ 500 കിടക്കകൾ കൂടി ഒരുക്കാൻ തീരുമാനം. ഉത്തരാഖണ്ഡിൽ ബാഗേശ്വർ ജില്ലയിൽ BJPയുടെ വിജയ് സങ്കൽപ് യാത്ര ആരംഭിച്ചു. റാലി നടക്കുന്നത് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറിന്റെയും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെയും നേതൃത്വത്തിൽ. ഡൽഹി ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ യോഗം ഡിസംബർ 20 നടക്കും. ഓൺലൈനായാണ് യോഗം ചേരുക. ഡൽഹിയിലെ കോവിഡ് സാഹചര്യങ്ങൾ ചർച്ച ചെയ്യും. മുംബൈയിൽ കാർഗോ കമ്പനിയെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്തതായി പരാതി. ചൈനീസ് കമ്പനിയുടെ പേരിലുള്ള വ്യാജ ഇമെയിൽ ID ഉപയോഗിച്ച് സംഘം തട്ടിയത് 37.19 ലക്ഷം രൂപ. അതിശൈത്യത്തിൽ വലഞ്ഞ രാജ്യത്തെ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾ. ഡൽഹി ലോധി റോഡിൽ ഇന്ന് രേഖപ്പെടുത്തിയത് ഏറ്റവും കുറഞ്ഞ താപനിലയായ 3.4 ഡിഗ്രി സെൽഷ്യസ്. ഡൽഹിയിൽ 2 അന്തർ സംസ്ഥാന കാർ മോഷ്ടാക്കൾ പിടിയിൽ. പിടിയിലായത് ഉത്തർപ്രദേശ് സ്വദേശികളായ അഖിൽ, ഇഷ്തിയാഖ് എന്നിവർ. 2 ആഡംബര കാറുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. അന്താരാഷ്ട്ര വാർത്തകൾ. റോഹിംഗ്യൻ അഭയാർത്ഥികൾ താമസിക്കുന്ന അതിർത്തി ക്യാമ്പുകളിലെ സ്കൂളുകൾ അടച്ചുപൂട്ടാനുള്ള ബംഗ്ലാദേശിന്റെ തീരുമാനത്തെ വിമർശിച്ച ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സമിതി. തീരുമാനം ഒരു തലമുറയെ പ്രായോഗികമായ വിദ്യാഭ്യാസമില്ലാത്തവരാക്കി മാറ്റുമെന്ന് മുന്നറിയിപ്പ്.
ചൈനയിലെ ക്വിങ്ഹായിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 5.3 തീവ്രത രേഖപ്പെടുത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബാഗ്ദാദിലെ US എംബസിക്ക് സമീപം 2 റോക്കറ്റുകൾ വെടിവെച്ചിട്ടതായി ഇറാഖ് സുരക്ഷാ സേന. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. അഫ്ഗാനിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചയിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നറിയിപ്പുമായി പാകിസ്ഥാൻ. നിലവിലെ അവസ്ഥ തുടർന്നാൽ അന്താരാഷ്ട്ര സമൂഹത്തിന് നേരിടേണ്ടി വരിക ഗുരുതര പ്രത്യാഘാതങ്ങൾ. ഫിലിപ്പീൻസിൽ റായ് ചുഴലിക്കാറ്റിൽ മരണം 100 കടന്നു. കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. കാറ്റിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിപ്പാർപ്പിച്ചത് 3 ലക്ഷത്തിലേറെ പേരെ. ഒമിക്രോണിന്റെ ലക്ഷണങ്ങൾ ജലദോഷം, മൂക്കൊലിപ്പ്, തലവേദന, തുമ്മൽ എന്നിവയെന്ന് UK-യിൽ നിന്നുള്ള പഠന റിപ്പോർട്ട്. നിലവിലെ കോവിഡ് ലക്ഷണങ്ങളായ ഉയർന്ന ശരീര ഊഷ്മാവ്, തുടർച്ചയായ ചുമ, രുചി, മണം എന്നിവ ഇല്ലാതാവുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിച്ചേക്കില്ല എന്ന് വിശദീകരണം. ഇറാനിലെ ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചു. രോഗബാധ. വിദേശയാത്ര കഴിഞ്ഞെത്തിയ പൗരന് ജാഗ്രത പാലിക്കാൻ ജനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകി ആരോഗ്യ മന്ത്രാലയം. UK-യിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കാനുള്ള വിദഗ്ധ സമിതിയുടെ ശുപാർശ തള്ളി ആരോഗ്യ സെക്രട്ടറി സാജിദ് ജാവിദ്. ലോക്ഡൌൺ പോലുള്ള നടപടികൾ കൂടുതൽ സങ്കീർണത സൃഷ്ടിക്കുമെന്ന് ആരോഗ്യ സെക്രട്ടറി. 89 രാജ്യങ്ങളിൽ ഒമിക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്തതായി ലോകാരോഗ്യ സംഘടന. ഒമിക്രോണിന് അതിവേഗത്തിൽ വ്യാപിക്കാൻ ശേഷിയുണ്ട് എന്ന മുന്നറിയിപ്പ്. ചൈനയിലെ അൻഹുയെ പ്രവിശ്യയിലുണ്ടായ വാഹനാപകടത്തിൽ 5 മരണം, 2 പേർക്ക് പരുക്ക്. അപകടമുണ്ടായത് കാറിൽ ട്രക്കിടിച്ചു. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ വധിച്ച് പാകിസ്ഥാൻ സുരക്ഷാ സേന. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് പരുക്കേറ്റതായി റിപ്പോർട്ട്. സ്പോർട്സ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തിന് വെള്ളി. വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി കിഡംബി ശ്രീകാന്ത്. ലക്ഷ്യ സെന്നിന് വെങ്കലം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിന് തകർപ്പൻ ജയം. ലീഡ്സ് യുണൈറ്റഡിനെ തോൽപ്പിച്ചത് 1-4 ഗോളിന്. ഗബ്രിയേൽ മാർട്ടിനെല്ലിനക്ക് ഇരട്ട ഗോൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് വമ്പന്മാർ കളത്തിൽ. മാഞ്ചസ്റ്റർ സിറ്റി, ചെൽസി, ലിവർപൂൾ ടീമുകൾ ഇന്നിറങ്ങും. മാഞ്ചസ്റ്റർ സിറ്റി ന്യൂകാസൽ യുണൈറ്റഡിനെയും ചെൽസി വോൾവ്സിനെയും ലിവർപൂൾ ടൊട്ടനത്തെയും നേരിടും. ലാലിഗയിൽ ബാഴ്സലോണയ്ക്ക് ജയം. എൽഷെ FC-യെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. അത്ലറ്റിക്കോ മാഡ്രിഡിനെ അട്ടിമറിച്ച് സെവിയ. വിജയ് ഹസാരെ ട്രോഫി പ്രീ ക്വാർട്ടറിൽ ഉത്തർപ്രദേശിന് ജയം. മധ്യപ്രദേശിനെ തോൽപ്പിച്ചത് 5 വിക്കറ്റിന്. ക്വാർട്ടറിലെ എതിരാളികൾ സൗരാഷ്ട്ര. പ്രാദേശിക വാർത്തകൾ. കേരള സർവകലാശാല അത്ലറ്റിക് മീറ്റിൽ തിരുവനന്തപുരം മാർ ഇവാനിയോസ് ജേതാക്കൾ. കിരീടനേട്ടം തുടർച്ചയായ 4ാം തവണ. ബിജിത്തും ആദിത്യയും വേഗതാരങ്ങൾ. 1ാം വാർഷികാഘോഷവുമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതി. 21 മുതൽ 28 വരെ ഒരാഴ്ച നീളുന്ന വിപുലമായ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കും. പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഈ കാലയളവിൽ നടത്തും. തിരുവനന്തപുരം തൃപ്പാദപുരത്ത് വീടിന് നേരെ നാടൻ ബോംബെറിഞ്ഞ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. പിടിയിലായത് ആറ്റിപ്ര സ്വദേശി സുധീഷ് കുമാർ. കേസിനാസ്പദമായ സംഭവം നടന്നത് കഴിഞ്ഞ ഏപ്രിലിൽ. ചിറയൻകീഴ് പഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നാടൻ തെങ്ങിൻ തൈകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് P. മുരളി ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവനന്തപുരം നാവായിക്കുളത്ത് മുഖം മൂടി ധരിച്ചെത്തിയ മോഷ്ടാക്കൾ വീട് കുത്തിത്തുറന്ന് 2 പവൻ സ്വർണവും പണവും കവർന്നു. ദാറുൽ ബാസ്തൽ ഷാഹിൽ ഷായുടെ വീട്ടിലാണ് മോഷണം നടന്നത്. സംഭവത്തിൽ അന്വേഷണം തുടങ്ങി പോലീസ്. കൊല്ലം കൊട്ടാരക്കര വാളകത്ത് MC റോഡിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് വൃദ്ധ ദമ്പതികൾ മരിച്ചു. മരിച്ചത് തിരുവനന്തപുരം സ്വദേശികളായ തോമസ് കുട്ടിയും ശാന്തമ്മ തോമസും. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ലഹരിമരുന്നുമായി 4 പേർ പിടിയിലായി. മലപ്പുറം സ്വദേശികളായ AK രജിത്, നിഷാദ്, സൽമാൻ മുഹമ്മദ്, കൊല്ലം സ്വദേശി അശ്വിനി കൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത്. കൊല്ലം കരവാളൂർ പീഠിക ഭഗവതി ക്ഷേത്രത്തിൽ നാളെ ലക്ഷദ്വീപക്കാഴ്ച. ദീപക്കാഴ്ച സംഘടിപ്പിക്കുന്നത് പീഠിക ഭഗവതി ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ. പത്തനംതിട്ട കുമ്പനാട് കോയിപ്രത്ത് പാതി കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. കഴുത്തിൽ കുരുക്കിട്ട നിലയിലായിരുന്നു മൃതദേഹം. മരിച്ചത് കോയിപ്രം കടപ്ര സ്വദേശി ശശിധരൻ പിള്ളയാണെന്ന് സ്ഥിരീകരിച്ചു. പന്തളം പമ്പ KSRTC സർവീസ് നിർത്തലാക്കിയതിൽ പ്രതിഷേധം. BJP മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSRTC സ്റ്റാൻഡിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി ഐരൂർ പ്രദീപ് സമരം ഉദ്ഘാടനം ചെയ്തു.
പത്തനംതിട്ട തിരുവല്ലയിൽ പോലീസ് സംഘത്തെ കണ്ട് ഉപേക്ഷിച്ച കാറിൽ നിന്നും 2 കിലോ കഞ്ചാവ് പിടികൂടി. കണിയാമ്പാറ സ്വദേശിക്ക് വിവാഹാവശ്യത്തിനായി വാടകയ്ക്ക് നൽകിയതാണ് കാറെന്ന് ഉടമയുടെ മൊഴി. ആലപ്പുഴ മുഹമ്മ മദർ തെരേസ HSലെ പൂർവ്വ വിദ്യാർത്ഥികൾ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിക്കുന്നു. 2005-2015 കാലഘട്ടത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് സംഘാടകർ. ക്ലാസിക്കൽ അക്യുപങ്ചർ ഹീലേഴ്സ് ഫെഡറേഷൻ 2ാം വാർഷിക സമ്മേളനം ആലപ്പുഴയിൽ നടന്നു. എച്ച് സലാം MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ്, പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടയം ശിവദർശന മഹാദേവ ക്ഷേത്രത്തിലെ 110ാമത് ഉത്സവത്തോടനുബന്ധിച്ചുള്ള സ്വീകരണ സമ്മേളനവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി VN വാസവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി കുമളിയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. കുമളി ടൗണിൽ ഇറങ്ങിയ കാട്ടുപന്നി 2 ഇരുചക്ര വാഹനം ഇടിച്ചു തകർത്തു. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് നാട്ടുകാർ. എറണാകുളം കുഴിക്കണ്ടത്ത് കർഷക തൊഴിലാളി നേതാവും മുൻ MLAയുമായിരുന്ന A കണാരനെ അനുസ്മരിച്ചു. കുഴിക്കണ്ടം SC കോളനിയിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ AD സുജിൽ ഉദ്ഘാടനം ചെയ്തു. നിർധനരായ നേത്രരോഗികൾക്കായി മമ്മൂട്ടിയും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയും ചേർന്ന് തുടക്കമിട്ട കാഴ്ച നേത്ര ചികിത്സാ പദ്ധതി പുനരാരംഭിച്ചു. കാഴ്ച 3 എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ പ്രവർത്തകർക്കായി ഗ്ലൗസ് റിമൂവൽ യന്ത്രം പുറത്തിറക്കി തൃശൂർ കേച്ചേരി വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ്. യന്ത്രം പുറത്തിറക്കിയത് കോളേജിലെ ഇന്നൊവേഷൻ ആൻഡ് എന്റർപ്രന്യൂർഷിപ്പ് സെൽ. പാലക്കാട് കണ്ടന്റ് ക്രിയേറ്റർ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ യൂട്യൂബേഴ്സ് സംഗമം നടന്നു. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ കാസ ലൂസിയോ റിസോർട്ടിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം യൂട്യൂബറായ സിലു ടോക്ക് സൽഹാം ബീഗം നിർവഹിച്ചു. BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ പാലക്കാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനവുമായി BJP. പ്രകടനം നടത്തിയത് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക്. റേഷൻ വിതരണം സുതാര്യമാക്കുന്നതിനു വേണ്ടി പാലക്കാട് മണ്ണാർക്കാട് താലൂക്ക് തല വിജിലൻസ് കമ്മിറ്റി രൂപീകരിച്ചു. മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ MLAമാരായ N ഷംസുദ്ദീൻ, K ശാന്തകുമാരി എന്നിവർ പങ്കെടുത്തു. BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ പ്രതിഷേധ പ്രകടനവുമായി BJP പുതുച്ചേരി മണ്ഡലം കമ്മിറ്റി. പാലക്കാട് കഞ്ചക്കോട് ചുള്ളിമടയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് N ഷൺമുഖൻ, പുതുച്ചേരി മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കണ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പാലക്കാട് ജില്ലയിൽ 76 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനുള്ളിൽ 50 പേർക്ക് രോഗമുക്തി. ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3.03%. 1.5 കോടി രൂപ വിലമതിക്കുന്ന സ്വർണ്ണ മിശ്രിതവുമായി മലപ്പുറം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒരാൾ അറസ്റ്റിലായി. പിടിയിലായത് അങ്ങാടിപ്പുറം സ്വദേശി നിഷാദ് അലി. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ 15ാമത് ഇൻസ്റ്റലേഷൻ പ്രോഗ്രാം മലപ്പുറം വളാഞ്ചേരിയിൽ നടന്നു. പരിപാടി ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. LP സ്കൂൾ അധ്യാപക ഉദ്യോഗാർത്ഥികളുടെ നിരാഹാര സമരത്തിൽ സർക്കാർ ഇടപെടൽ. വാഹനങ്ങളിൽ നിരോധിത ഹോണുകൾ ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം പിഴയായി ഈടാക്കിയത് 4 ലക്ഷത്തിലേറെ രൂപ. മലപ്പുറം നിലമ്പൂരിലെ പെരുമമ്പാടം ആദിവാസി കോളനിക്ക് സമീപം ചെന്നായ ഭീഷണി. പ്രദേശവാസിയായ വടക്കേപ്പറമ്പിൽ പങ്കജാക്ഷിയുടെ 6 ആടുകളെയും കുഞ്ഞുങ്ങളെയും കൊന്നുവെന്ന് പരാതി. കോഴിക്കോട് ജില്ലയിൽ 263 പേർക്ക് കൂടി കോവിഡ്. 540 പേർക്ക് രോഗമുക്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5.9%. കോഴിക്കോട് നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ സേവനം ചെയ്ത കോവിഡ് മുന്നണി പോരാളികളെ ആദരിച്ചു. A കണാരൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ആദരവ് നൽകിയത്. കോഴിക്കോട് ഭട്ട് റോഡ് ബീച്ചിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മരിച്ചു. വെസ്റ്റ് ഹിൽ തുമ്പിരിപ്പറമ്പ് സായുജാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലെയും തിരഞ്ഞെടുത്ത അധ്യാപകർക്കായി കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട ശില്പശാല സംഘടിപ്പിച്ചു. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, തലശ്ശേരി ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ശില്പശാല. കണ്ണൂർ കൊടുവള്ളി റെയിൽവേ മേൽപ്പാലത്തിനായി ഏറ്റെടുത്ത സ്ഥലത്ത് പൊളിക്കാൻ ബാക്കിയായ വീട് പൊളിച്ചു നീക്കി. നടപടി വീട്ടുടമസ്ഥയായ സ്ത്രീയെ കസ്റ്റഡിയിലെടുത്ത ശേഷം. കണ്ണൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വിദ്യാഭ്യാസ സമുച്ചയം നിർമ്മിക്കാൻ ആലോചനയുണ്ടെന്ന് മന്ത്രി V ശിവൻകുട്ടി. വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ നിർമ്മിച്ച സ്വീകരണ കൌണ്ടറിന്റെ ഉദ്ഘാടനവും സമ്പൂർണ്ണ ഓഫീസ് പ്രഖ്യാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി.
കാസർഗോഡ് മേൽപ്പറമ്പിൽ 16-കാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ബന്ധുവായ യുവാവിനെ പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് സ്വദേശിയാണ് അറസ്റ്റ് ചെയ്തത്. കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന്റെ ഈ ശ്രം പോർട്ടലിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 1,01,998 തൊഴിലാളികൾ. BRCയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി കാസർഗോഡ് മഞ്ചേശ്വരത്ത് അതിജീവനം ശില്പശാല നടത്തി. സമഗ്ര ശിക്ഷ കേരള യൂണിസെഫിന്റെ സഹകരണത്തോടെ നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ് നിർവഹിച്ചു. എന്റർടൈൻമെന്റ് ന്യൂസ്. സനിൽ വർഗീസ് രചനയും സംഗീതവും ആലാപനവും നിർവഹിച്ച എന്റെ യേശുമതി എനിക്ക് എന്ന ഗാനം ശ്രദ്ധേയമാകുന്നു. മലങ്കര മാർത്തോമ എപ്പിസ്കോപ്പ ഡോക്ടർ തോമസ് മാർ തീത്തോസ് തിരുമേനിയാണ് ക്രിസ്മസിന് മുന്നോടിയായി ഗാനം പ്രകാശനം ചെയ്തത്. മായാനദിക്ക് ശേഷം ആഷി കപൂർ ടൊബിനോ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന നാരദന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു. സമകാലിക ഇന്ത്യയിലെ മാധ്യമലോകമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ജാസിക്കലി ചിത്രം ബൈനറിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു. കോഴിക്കോട് നടന്ന ചടങ്ങിൽ താരങ്ങളായ ഷീല, സുരഭി, വിനോദ് കോവൂർ തുടങ്ങിയവർ പങ്കെടുത്തു. സംവിധായക ദമ്പതികളായ ബിബിൻ ജോയിയും ഷിഹാഷ് ബിബിനും സംവിധാനം ചെയ്യുന്ന മറിയത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി. തികച്ചും അപരിചിതമായ സാഹചര്യത്തിൽ എത്തിപ്പെടുന്ന മറിയത്തിന്റെ അതിജീവനമാണ് പ്രമേയം. ലിംഗസമത്വം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സ്കോട്ട്ലൻഡിൽ ആൺകുട്ടികൾക്ക് പാവാടയും ഷർട്ടുമാണ് യൂണിഫോം എന്ന തരത്തിൽ പ്രചാരണം. പരിശോധനയിൽ ഈ ചിത്രം ഇംഗ്ലണ്ടിൽ നിന്നുള്ളതാണെന്ന് കണ്ടെത്തി. കടുത്ത ചൂടിനെ തുടർന്ന് യൂണിഫോം പാന്റിന് പകരം ട്രൗസർ ആക്കണമെന്നാവശ്യപ്പെട്ട് പാവാടയിട്ട് പ്രതിഷേധിക്കുന്ന ഒരു സംഘം ആൺകുട്ടികളുടെ ചിത്രമാണ് വ്യാജ തലക്കെട്ടോടെ പ്രചരിക്കുന്നത്. ആലപ്പുഴ നഗരസഭാ പരിധിയിലെ സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറി തലം വരെയുള്ള സ്കൂളുകൾക്ക് നാളെ അവധി. ജമ്മു ഡിവിഷണൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ സൈന്യത്തിന്റെ സഹായം തേടി ജമ്മു ഡിവിഷണൽ കമ്മീഷണർ ആവശ്യമുന്നയിച്ച് പ്രതിരോധ മന്ത്രാലയത്തിന് കത്തയച്ചു. നർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് സംശയിക്കുന്ന 2150 ഗ്രാം വൈറ്റ് കളർ പദാർത്ഥവുമായി കെനിയൻ യുവതി രാജസ്ഥാനിൽ പിടിയിലായി. ജയ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ യുവതിയിൽ നിന്ന് പിടിച്ചെടുത്തത് 14.65 കോടി വില വരുന്ന പദാർത്ഥം. മഹാരാഷ്ട്രയിൽ 902 പേർക്ക് കൂടി കോവിഡ്, 9 മരണം, 767 പേർക്ക് രോഗമുക്തി. ആന്ധ്രാപ്രദേശിൽ സ്വർണമുഖി നദിയിൽ കുളിക്കാനിറങ്ങിയ ഒരാൾ മുങ്ങി മരിച്ചു. 2 പേരെ കാണാനില്ല. അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.